കോഴിക്കോട് ജില്ലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടുകയാണ്. ഈ വർഷം ഇതുവരെ സിറ്റി പോലീസ് പരിധിയിൽ 586 കേസും റൂറൽ പോലീസിന്റെ പരിധിയിൽ 220 കേസും റിപ്പോർട്ട് ചെയ്തു. 17നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രതികളിൽ അധികവും. കോഴിക്കോട് ജില്ലയിൽ ദിവസവും ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ വർഷം ഇതുവരെ 586 കേസുകളിലായി 592 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് 58.1 കിലോ, MDMA 1.88 കിലോ, ഇതിനു പുറമെ ഹൈബ്രിഡ് കഞ്ചാവ് 56.66 ഗ്രാമും. ഇത് സിറ്റി പോലീസ് പരിധിയിൽ മാത്രമുള്ള കണക്കുകളാണ്. ഇനി റൂറൽ പരിധിയിലെടുത്താൽ 220 കേസുകളിൽ 234 പേരെ അറസ്റ്റ് ചെയ്തു. 5 കിലോ കഞ്ചാവും 317 ഗ്രാം MDMAയും 96 ഗ്രാം മെത്താഫെറ്റമിനും പിടിച്ചെടുത്തു. 17നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഇതിൽ ഏറെയും. നമ്മളിപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് പരിശോധിച്ച് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. നമ്മുടെ ഒരു പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് കൂടുതലും ബ്രോക്കൺ ഫാമിലീസിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ വിദേശത്തുള്ളതും, അതായത് ആ കുട്ടികളിലേക്ക് അറ്റൻഷൻ എത്താത്തത്, അല്ല യുവാക്കളിലേക്ക് ഫാമിലിയിൽ നിന്നുള്ളൊരു അറ്റൻഷൻ മിസ്സാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലായും പെഡലേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ആ രീതിയിലും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ഡൻസാഫിന്റെ നേതൃത്വത്തിലാണ് മിക്ക കേസുകളും പിടിക്കുന്നത്. മികച്ച പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 2025 വർഷം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏകദേശം 57 കിലോഗ്രാമോളം കഞ്ചാവ് നമ്മൾ പിടിച്ചു. അതുപോലെ തന്നെ ഒരു 1.8 കിലോയിലധികം MDMA പിടിച്ചു. അത് അവർ കൃത്യമായി ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അവർ രാത്രി അവരുറക്കമളച്ച് ഒരുപാട് എഫേർട്ട് ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കേസുകൾ കിട്ടുന്നത്. അവധി ദിവസങ്ങൾ വരാനിരിക്കെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. അടുത്ത അധ്യയന വർഷത്തേക്ക് പ്രത്യേക പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പോലീസ്. മിഥില ബാലൻ, 24 കോഴിക്കോട്.